നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ചരിത്രക്കുതിപ്പിന് ശേഷം വിപണിയിൽ ഇന്ന് വീണ്ടും തകർച്ചയാണ് നാം കണ്ടത്. സെൻസെക്സും നിഫ്റ്റിയും 1% ഇടിഞ്ഞു. എന്നാൽ ഇതിനിടയിൽ നിക്ഷേപകർക്ക് വമ്പൻ ആവേശം നൽകിക്കൊണ്ട് TCSന്റെ ഗംഭീര Q4 റിസൾട്ടും വമ്പൻ ഡിവിഡൻഡും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനൊപ്പം റിസർവ് ബാങ്കിന്റെ പുതിയ പോളിസി തീരുമാനങ്ങൾ, വീണ്ടും ഭയപ്പെടുത്തുന്ന ക്രൂഡ് ഓയിൽ വിപണി, ഒപ്പം വിപ്രോയുടെ പുതിയ നീക്കം തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ മറ്റു വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്ഷൻ ബി ബാങ്ക് റേറ്റ്, ഓപ്ഷൻ സി റെപ്പോ റേറ്റ്, ഓപ്ഷൻ ഡി CRR. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ വിപണിയിലെ തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇന്നലെ വലിയ കുതിപ്പ് നടത്തിയ വിപണി ഇന്ന് 1% താഴേക്കാണ് പോയത്. നിഫ്റ്റി വീണ്ടും താഴേക്കിറങ്ങി വ്യാപാരം അവസാനിപ്പിച്ചു. ലാർജ് ക്യാപ് ഓഹരികൾ തകർന്നപ്പോഴും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സിൽ പ്രധാനികൾ ഇൻഡിഗോയും ജിയോ ഫിനാൻഷ്യലുമാണ്. വിപണിയുടെ ഈ തളർച്ചയ്ക്ക് പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന പുതിയ വാർത്തകളാണ്. ഇറാൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനം ക്രൂഡ് ഓയിൽ വിപണിയിൽ വ്യക്തമായി കാണാം. ക്രൂഡ് ഓയിൽ വില വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. UAEയുടെ ഓയിൽ മേധാവി ഇന്ന് വ്യക്തമാക്കിയത് ഹോർമസ് കടലിടുക്ക് ഇറാൻ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണെന്നാണ്. വ്യവസ്ഥകളോടെയുള്ള ഗതാഗതം ഒരിക്കലും പൂർണ്ണമായ ഗതാഗതമല്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തിന്റെ എണ്ണ വിതരണം വീണ്ടും തടസ്സപ്പെടുമെന്ന ഭയമാണ് വിപണിയിൽ ഇന്ന് പാനിക് സെല്ലിങ്ങിന് കാരണമായത്. എണ്ണവില വർദ്ധിക്കുന്നത് എയർലൈൻസ് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുന്നതുകൊണ്ടാണ് ഇൻഡിഗോ ഓഹരികൾ ഇന്ന് വൻ തകർച്ച നേരിട്ടത്. അടുത്തത് നിക്ഷേപകർ ഏറെ കാത്തിരുന്ന RBI MPC മീറ്റിംഗിലെ തീരുമാനങ്ങളാണ്. റിസർവ് ബാങ്ക് തങ്ങളുടെ റെപ്പോ നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പലിശ നിരക്ക് 6.5% തന്നെ തുടരും. ഹോം ലോൺ, വാഹന ലോൺ EMIകളിൽ നിലവിൽ കുറവൊന്നും ഉണ്ടാകില്ല. കൂടാതെ ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.9% റിസർവ് ബാങ്ക് പ്രവചിക്കുന്നു. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകുന്നതുവരെ പലിശ നിരക്കുകൾ കുറയ്ക്കില്ല എന്ന ശക്തമായ സൂചനയാണ് RBI നൽകുന്നത്. ഇനി കോർപ്പറേറ്റ് ലോകത്തു നിന്നും വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS തങ്ങളുടെ Q4 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. വിപണിയുടെ എല്ലാ പ്രതീക്ഷകളെയും മറികടക്കുന്ന ഗംഭീര റിസൾട്ടാണിത്. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് കമ്പനിയുടെ അറ്റാദായം 29% വർദ്ധിച്ച് 13,718 കോടി രൂപയിലെത്തി. ഇതിനൊപ്പം തന്നെ നിക്ഷേപകർക്ക് വലിയൊരു ലോട്ടറി കൂടി TCS നൽകിയിട്ടുണ്ട്. ഓരോ ഓഹരിക്ക് 31 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. മൊത്തം 39,571 കോടി രൂപയാണ് ഇതിനായി TCS മാറ്റിവെക്കുന്നത്. TCSന് പുറമെ IT സെക്ടറിൽ നിന്നും മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പ്രമുഖ IT കമ്പനിയായ വിപ്രോ തങ്ങളുടെ ഓഹരികൾ ബൈബാക്ക് നടത്താൻ ഒരുങ്ങുകയാണെന്ന വാർത്തകൾ വരുന്നുണ്ട്. വരാനിരിക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം കമ്പനി കൈക്കൊള്ളും. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിന് പലിശ നിരക്ക് ഓപ്ഷൻ സി ആയ റെപ്പോ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. TCSന്റെ ഗംഭീര റിസൾട്ട് നാളെ IT ഓഹരികളിൽ ഒരു റാലി ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.